കഴിഞ്ഞൊരു കമൻറ്റ് ബോക്സിൽ കണ്ടു നിങ്ങൾ പഴയ മാരല്ല ഇപ്പോൾ വില കൂട്ടിക്കണമെന്ന് പറഞ്ഞു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയില്ലെന്ന് നമുക്കൊന്ന് നോക്കാം. വാസ്മാനെ ഇനി ആൾക്കാർ നമ്മളിത് വില കൂടുതലാണെന്ന് പറയരുത്. പ്രീമിയം വണ്ടി ഒരു BMW ബെൻസൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഓഡിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോളി, വന്നോളി. നിങ്ങൾക്കില്ല വണ്ടിയൊക്കെ അവിടെ ഉണ്ട്. 6,90,000 റുപ്യ മുതൽ ഒരു കിടിലം BMW. 6,90,000 BMW പറയുമ്പോൾ നിങ്ങൾ എഴുതും 2006, 2007, 2008 അതൊന്നുമല്ല, 2012 മോഡൽ BMW. അതായത് അതർ സ്റ്റേറ്റിൽ നിന്ന് കൊടുന്ന് ഇവിടെ കേരള ലൈഫ് ടാക്സ് അടച്ച് നമ്പർ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഏറ്റവും ടോപ്പ് കിടിലൻ കളറ് ബ്ലാക്ക് കളറ്. അതായത് ഒരു ചെറിയ വിലൻ്റെ വണ്ടിൻ്റെ പ്രൈസ് അല്ലേ, 6,90,000 രൂപക്ക് BMW അവിടെ കിടക്കുന്നുണ്ട്. അവിടേക്ക് നമ്മൾ എത്താം. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഈ 6,90,000 രൂപ മുതൽ ഏകദേശം 1 കോടി രൂപ വരെ വില വരുന്ന പ്രീമിയം വണ്ടികൾ ഇപ്പോൾ നമ്മളെടുത്തുണ്ട്. ഇന്നിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം ഒരു 10-25 വണ്ടിയോളം നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇത് കിടക്കണുണ്ട് നിങ്ങൾ റോട്ടിലത്തെ റോക്കറ്റാണ് കിടക്കുന്നത്. അതിൻ്റെ ഒരു കിടിലം വീഡിയോ നമ്മുടെ ചാനലിൽ അധികം വൈകാതെ വരും. അതേതാ മുതലെന്ന് അറിയാവുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആകെ 3 വണ്ടിയെ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. അതിലൊരു വണ്ടി ഇവിടെ ഉണ്ട്, ഒറിജിനൽ കേരള വണ്ടി. അത് വേറെ ലെവൽ സാധനമാണ്. വണ്ടി മനസ്സിലായാലും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വണ്ടി കാണിച്ചു തുടങ്ങിയാലോ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സെഡാൻ ടൈപ്പിലുള്ള പ്രീമിയം വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഒരു എൻട്രി ലെവലിൽ വരുന്ന Audi A4 ഉണ്ട്, BMW 3 സീരീസ് ഉണ്ട്, അതേപോലെ BMW തന്നെ പുതിയ മോഡൽ 3 സീരീസും ഉണ്ട്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ BMW X1 ഉണ്ട്, അതേപോലെ തന്നെ മെഴ്സിഡീസ് ബെൻസിൻ്റെ C-Class ഓൾഡ് ഷേപ്പും ഉണ്ട്, ന്യൂ ഷേപ്പും ഉണ്ട്. അതേപോലെ തന്നെ C-Class ഈ ഷേപ്പിൽ തന്നെ വരുന്നുണ്ട്. കിയ സെൽറ്റോസ് ഉണ്ട്, കിയ കാരൻസ് ഉണ്ട്, മെഴ്സിഡീസ് ബെൻസിൻ്റെ S-Class ഉണ്ട്, Audi A6 ഉണ്ട്, ജീപ്പ് റുബിക്കോൺ ഉണ്ട്, GLA ഉണ്ട്, റേഞ്ച് റോവർ ഇവോക്ക് ഉണ്ട്, വെലാർ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, ML 350 തന്നെ 2012 വന്ന 3 വണ്ടി. പഴയ ഷേപ്പും പുതിയ ഷേപ്പും 12 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഒട്ടനവധി വാഹനങ്ങളുണ്ട്. ഒക്കെ ഒന്ന് പെട്ടെന്ന് ഓടിച്ച് നിങ്ങളെ കാണിക്കാം. ഇത് ഓഫർ തന്നെ കേട്ടോ. കുറച്ച് വണ്ടി നിങ്ങൾക്ക് ഓഫറിൽ തരുന്നുണ്ട്. ഈ വണ്ടിന്റെ മോഡൽ റേറ്റും 15 മോഡലില് വെറും 32,000 കിലോമീറ്റർ ഓടിയ അതർ സ്റ്റേറ്റ് വണ്ടി 32,000 കിലോമീറ്റർ. നമ്മളെ കിലോമീറ്ററിന്റെ അടിയിലും റീപ്ലേസിന്റെ അടിയിലും വന്ന് ജെന്യൂൻ അല്ലാതാക്കേണ്ട കമന്റ് ചെയ്യണ്ട. നമുക്ക് ഫസ്റ്റ് അവർക്ക് വിട്ടുകൊടുക്കാം. അത് വിട്ടുകൊടുക്കാം. നമ്മളിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഡിഫാൾട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു കിലോമീറ്റർ ഫാൾട്ട് നിങ്ങൾ പറഞ്ഞാൽ നഷ്ടപരിഹാരം അടക്കം നമ്മൾ തീർക്കാം. അതാണ് നമ്മുടെ സഫാരി കാർസിന്റെ ഉറപ്പ്. RSന്റെ ഗ്രില്ല് അലോയ് വീല് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്ത് 31,000 കിലോമീറ്റർ ഓടിയ വണ്ടി. NOC റേറ്റ് വരുന്നത് 12,90,000 രൂപ. 2015 മോഡലാണ്, 35,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഈ ഒരു പ്രൈസിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആയിക്കണം. നിങ്ങൾക്ക് ഈ പ്രൈസിൽ തരാൻ പോകുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. കിടിലൻ ഗ്രില്ല് അലോയ് വീല് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ക്യൂട്ട് ലുക്കിലുള്ള ഒരു വണ്ടി അല്ലേ. ചെറിയ പെയിന്റ് ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ട് വണ്ടി. കാരണം അതർ സ്റ്റേറ്റിൽ നിന്ന് വന്നപ്പോൾ സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നു. മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, കിലോമീറ്റർ ഒരു വണ്ടിക്കും നമ്മൾ പറയുന്നില്ല. മേജർ ആക്സിഡന്റും ഫ്ലഡും കിലോമീറ്റർ തിരിച്ച വണ്ടി 100% നമ്മളെത്തി ഗ്യാരണ്ടിയാണ്. ഞാൻ അത് നിങ്ങൾക്ക് തരുമ്പോൾ എഗ്രിമെന്റിൽ തരും. നിങ്ങൾക്ക് ഈ കാണിക്കുന്ന വണ്ടിയൊക്കെ അതും പാടെ പറഞ്ഞിട്ട് കാണിക്കാം. ഇനി ഇതൊക്കെ നിങ്ങളൊരു ഓഫർ പ്രൈസിൽ പ്രീമിയം വണ്ടികൾ എടുത്തു പോകും. ഇപ്പം മഴക്കാലാണ്. 3 വണ്ടി ഇപ്പോൾ ഞങ്ങൾക്ക് റിട്ടേൺ വന്നു. അതായത് Audi A4, A6, BMW 5 സീരീസിനൊക്കെ വരുന്നൊരു പ്രശ്നമാണ്. കംപ്ലൈൻറ്റ് കൂടുതൽ കാണുന്നത്. അതായത് മഴവെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് കൂടി പായിച്ച് വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് മൊഡ്യൂൾക്ക് വെള്ളം കയറും. വെള്ളം കയറി കഴിഞ്ഞാൽ അടിഭാഗത്തായിട്ടാണ് ഈ സ്റ്റിയറിംഗിൻ്റെ മൊത്തം വരുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് ടൈറ്റ് ആവും. അപ്പോൾ നമ്മളടുത്ത് നിന്നുള്ള കംപ്ലൈൻ്റ് ആണെന്ന് കരുതരുത്. ഒരു 3 ദിവസത്തെ ചെക്കിംഗ് വാറണ്ടി നിങ്ങൾക്ക് തരും. 3 ദിവസം. ഒരു യൂസ്ഡ് കാറ് മറ്റൊരാൾ ഉപയോഗിച്ച വണ്ടി 10 വർഷം പഴക്കമുള്ള വണ്ടിക്ക് 1 മണിക്കൂർ പോലും ആരും ഗ്യാരണ്ടി തരാൻ പറ്റാത്ത കാലത്താണ് 3 ദിവസം നമ്മൾ തരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള യാതൊരുവിധ അവകാശവാദങ്ങളും നമ്മൾ സ്വീകരിക്കുന്നതല്ല. കാരണം 1 മാസമോ 2 മാസമൊക്കെ ഉപയോഗിച്ച് ഇതേപോലെ സ്റ്റിയറിംഗ് മൊഡ്യൂൾ കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മളെ പ്രശ്നമാണ് വന്ന കസ്റ്റമർ വരാറുണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അത്രേ അതിന് അറിവുള്ളൂ. കാരണം ഒരു പുതിയ ഷോറൂമിൽ പോയി എടുക്കണം മൈൻഡായിട്ട് തന്നെ നമ്മളിരുന്ന ആൾക്കാർ വണ്ടി വാങ്ങുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ തരാം. നിങ്ങൾക്ക് വണ്ടി വാങ്ങുന്ന സമയത്ത് തന്നെ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തെടുക്കാനുള്ള ടൈമും നമ്മൾ തരുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ട് എടുക്കുകയും ചെയ്താൽ എടുത്തിട്ട് ഒരു മാക്സിമം 3 ദിവസം വരെ നമുക്ക് വാറണ്ടി തരാം. ചെക്കിംഗ് വാറണ്ടി. അതായത് ഇപ്പം ഇനി ഓഫറിൽ ഇടുമ്പോൾ കുറേ ആൾക്കാർ പറയും അത് കംപ്ലൈൻ്റ് ഇല്ല വണ്ടിയേക്കാർ, അതുകൊണ്ടാണ്. അപ്പോൾ 3 ദിവസം ചെക്കിംഗ് വാറണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് ദുനിയാവിൽ എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷൻ വേണ്ട. അപ്പോൾ ഈ ഒരു വണ്ടി പരിചയപ്പെടുത്തി അടുത്തതായി കാണിക്കാൻ പോകുന്നത് Audi A4 തന്നെ. ഒറിജിനൽ കേരള വാഹനം 2013 മോഡലിൽ സൺറൂഫ് വരാത്ത മോഡൽ.
അതായത് 13 മോഡൽ, നേരത്തെ കാണിച്ചത് 15 മോഡൽ. ഇതിന്റെ പ്രൈസ് പറഞ്ഞു കൊടുത്തോ. ഇത് 13,90,000. അതായത് കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. നേരത്തെ നമ്മൾ കാണിച്ചത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. അപ്പോൾ 2013 വരുന്ന ഒറിജിനൽ കേരള വണ്ടിയാണ് Audi A4. ഈ Audi A4നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 കിലോമീറ്ററിൻ്റെ മേലെ നിങ്ങൾക്ക് മൈലേജ് കിട്ടും. മെയിൻ്റെനൻസ് വളരെ കമ്മിയാണ്. നോർമൽ സർവീസ് നിങ്ങൾക്ക് ഒരു 15,000 രൂപ മുതൽ 20,000 രൂപ ഉണ്ടെങ്കിൽ Audi A4, BMW 3 സീരീസ്, അതേപോലെ മെഴ്സിഡീസ് ബെൻസിൻ്റെ C ക്ലാസ് ഒക്കെ പുറത്ത് നിങ്ങൾക്ക് സർവീസ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഷോറൂമിൽ പോയാൽ തന്നെ ഒരു 35,000 40,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സർവീസ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വരെ 10,000 രൂപേൻ്റെ ഉള്ളിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വരുള്ളൂ. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നിങ്ങൾക്ക് അടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 15,000 to 20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അതേപോലെ ഇതിന് കൂടുതൽ ഈ പ്രീമിയം വണ്ടിയിലൊക്കെ കൂടുതൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരല് ഇതിൻ്റെ സസ്പെൻഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. അതിന് അത്യാവശ്യം ഒരു 50,000 75,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻസ് വർക്കും കാര്യങ്ങളൊക്കെ എടുക്കാം പുറത്തുനിന്ന്. ഈ ഷോറൂമിൽ നിന്ന് എടുക്കേണ്ട ആളുകൾക്ക് അതിന് വരും, അതിൻ്റേതായ കോസ്റ്റ് വരും. ഇതൊക്കെ 50-60 ലക്ഷം രൂപ വില വരുന്ന വണ്ടികളാണ് ഇപ്പോൾ നമ്മൾ 10-നും 12-നും 13-നും 6-നും 7-നൊക്കെ നിങ്ങൾക്ക് തരുന്നത്. ആ ഒരു കൺസെപ്റ്റും പാടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുക്കണം. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വരാം, വാങ്ങാം, കൊണ്ടുപോകാം. അപ്പോൾ 13,90 ഇപ്പോൾ നിങ്ങളൊരു Audi A4 കണ്ടില്ലേ, ഒറിജിനൽ കേരള വണ്ടി. ഇതേ ഒറിജിനൽ കേരള വണ്ടി തന്നെ 2013 തന്നെ സൺറൂഫ് വരുന്ന വണ്ടി നിങ്ങൾക്ക് തരാൻ പോകുന്നത് 8,90,000 രൂപ. അതായത് എത്രത്തോളം ലക്ഷങ്ങളെ വ്യത്യാസമാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഓണർഷിപ്പ് കൂടുതലുണ്ട്. കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കണു. അത് ഓടിക്കണമെന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊരു 3-4 ലക്ഷം രൂപ കമ്മിയിലാണ്, മാർക്കറ്റ് വാല്യൂന്ന് കമ്മിയിലാണ് കിട്ടുന്നത്. പക്ഷെ വണ്ടിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. നല്ല കിഡില നീറ്റ് ആൻഡ് ക്വാളിറ്റി, നല്ല വൃത്തിയിലുള്ള ലുക്കിലുള്ള വണ്ടി തന്നെയാണ്. ധൈര്യമായിട്ട് നിങ്ങൾ വന്നോളി, ഞാൻ വെറുതെ പറയില്ല. വണ്ടി കണ്ടാൽ പറയില്ല ഇത്ര കിലോമീറ്റർ ഓടി. ഏകദേശം 1 ലക്ഷം രൂപയുടെ മേലെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. 360 ഡിഗ്രി ക്യാമറ, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ. അപ്പോൾ 8,90,000 രൂപക്ക് 2013 മോഡൽ ഒറിജിനൽ കേരള വണ്ടി Audi A4 ആണ്. നിങ്ങൾ മാർക്കറ്റ് വാല്യൂ നോക്കി പഠിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി. ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു പ്രീമിയം വണ്ടി ആഗ്രഹിക്കുന്ന, ഇതിൻ്റെ ഒരു ആഗ്രഹം തീർക്കണം എന്നുള്ള ആളുകൾക്ക് ചെറിയ ബഡ്ജറ്റിലാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ പ്രീമിയം സെഗ്മെൻറ്റിൽ ലോ കിലോമീറ്റർ ഓടിയ മോഡൽ കൂടിയ വണ്ടി നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ 40 ലക്ഷം 50 ലക്ഷം 75 ലക്ഷം 30 ലക്ഷം രൂപയൊക്കെ വില വരുമ്പോൾ അത്തരം വാഹനങ്ങൾ എത്തിപ്പിടിക്കാൻ ഇപ്പോൾ കഴിയാത്ത ആളുകൾക്ക് ധൈര്യമായിട്ട് വന്ന് വാങ്ങിക്കാൻ പറ്റും. ഈ വണ്ടിയൊക്കെ നമ്മൾ മുന്നത്തെ കസ്റ്റമർക്ക് നമ്മൾ തന്നെ ഡെലിവറി കൊടുത്ത വണ്ടിയാണ്. അദ്ദേഹം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഉപയോഗിച്ചതാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടി ഉപയോഗിച്ച് നിങ്ങൾ 5, 6, 7 മാസം ഉപയോഗിച്ചാലും വലിയൊരു ഡിപ്രിസിയേഷൻ ഒന്നും ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ 40 ലക്ഷം രൂപേൻ്റെ വണ്ടി എടുത്തിട്ട് നിങ്ങളൊരു വർഷം അല്ലെങ്കിൽ 6 മാസം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ 5-8 ലക്ഷം രൂപയ്ക്ക് ഡിപ്രിസിയേഷൻ മോഡൽ കൂടിയ വണ്ടിയുമ്പോൾ വരും. ആ പോണ പൈസക്കാണ് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടുന്നത്. അപ്പോൾ ഓരോ വണ്ടിൻ്റെയും വിലയും മോഡലും കിലോമീറ്ററും ഓണർഷിപ്പും ഒക്കെ അനുസരിച്ച് വിലയിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അവനവൻ്റെ പർപ്പസിനനുസരിച്ച് വണ്ടി വാങ്ങിക്കാം. ഇനി നിങ്ങൾക്ക് ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി വേണോ, അത് നമ്മൾ എത്തുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ എത്തുന്നുണ്ട്, തീർച്ചയായിട്ടും കാണിക്കാം. ഇത് ഈ വണ്ടി നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇത്തരം വണ്ടികളൊക്കെ നമ്മൾ ഇങ്ങനെ തരുമ്പോൾ ഇനി ഇതിന് നിങ്ങൾ 5-6 മാസം കഴിഞ്ഞിട്ടും വാറണ്ടി ഗ്യാരണ്ടി ഒന്നും ചോദിക്കരുത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് 1 വർഷം കഴിഞ്ഞിട്ട് വരെ നമ്മളോട് കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്, കൈകാര്യം ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്ക് വർക്ക്ഷോപ്പുകാരെ ഏൽപ്പിച്ചു കൊടുത്ത് സ്പെയർ വാങ്ങിക്കൊടുത്തൊക്കെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചില കസ്റ്റമർ ഈ ഒരു പ്രൈസൊക്കെ കാണുമ്പോൾ വണ്ടി ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിക്കും. 5-6 മാസം ഉപയോഗിക്കുമ്പോൾ കംപ്ലൈൻറ്റ് വന്നതിൻ്റെ പ്രൈസ് കേൾക്കുമ്പോഴേക്കാരം അവർക്ക് ടെൻഷൻ വരിക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ വീഡിയോയിലാണ് പറയുന്നത്. ഒരു വണ്ടിൻ്റെ വില നമ്മൾ പറയാതെ പോക്കില്ല. നമ്മളൊരു ഡീലറാണെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു കച്ചവടക്കാരനാണ് എഴുതിയിട്ട് വില സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വില പറയാതെ വില കമ്മില്ലെന്നും കൂടുതലില്ലെന്നും എല്ലാം തുറന്ന് പറഞ്ഞ് കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളിവിടെ വന്നാൽ ഈ വീഡിയോ പറയുന്നില്ലാതെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് വണ്ടി തരിക. തീർച്ചയായിട്ടും ചിലപ്പോൾ ഇതൊക്കെ എനിക്ക് പല രീതിയിലും നിങ്ങൾക്ക് വീഡിയോയിൽ എനിക്ക് കാണിക്കാം. ഇത് ഓരോ സിംഗിളായിട്ട് ഇതിൻ്റെ ചൊറുക്ക് മാത്രം കാണിക്കാം. പല രീതിയിൽ എനിക്ക് വീഡിയോ ചെയ്യാം. പക്ഷേ ഒരു വണ്ടി വാങ്ങിക്കാൻ നമ്മളത്തേക്ക് വരുന്ന ലോങ് നിലൊക്കെ കസ്റ്റമറാണ്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് നമ്മൾ കാണിക്കുന്നതാണ്. അടുത്തായി നമ്മൾ കാണിക്കാൻ പോകുന്നത് വീണ്ടും Audi A4 2012 മോഡലിൽ 13 രജിസ്ട്രേഷനിൽ ആ കാണിച്ചകളൊക്കെ ഷേപ്പിലുള്ള വണ്ടി ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ. ഒറിജിനൽ കേരള. ഇതിന്റെ പ്രൈസ് 12,75,000 രൂപ. 12,75,000 രൂപ. അതിന്റെ കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള വൈറ്റ് കളറിലുള്ള വണ്ടി. ഇപ്പോൾ വൈറ്റും ബ്ലൂവും ഒരു 4 Audi A4 ഇപ്പോൾ നമ്മൾ കാണിച്ചു. ഇപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ BMW 3 സീരീസ് 2012 മോഡൽ. ഇതിന് ശേഷം നേരെ ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ് ഈ ഒരു മോഡൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വരാം. ഇതാണ് നമ്മൾ ഓഫറിലുള്ള മറ്റൊരു വണ്ടി.
അപ്പോൾ ഈ ഒരു വണ്ടികളെ കാണിക്കുമ്പോൾ 2012 മോഡൽ ഇതും നമ്മൾ മുന്നത്തെ കസ്റ്റമർക്ക് നമ്മൾ കൊടുത്തതാണ്. അതായത് നമ്മൾ 2, 3, 4 വർഷം മുന്നേ കൊടുത്ത കസ്റ്റമറൊക്കെ ഇപ്പോൾ നമ്മളെടുത്ത് വരുന്നു, അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നു, അവർക്ക് വിൽക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെടുത്താലും നിങ്ങൾ 1-2 വർഷം ഉപയോഗിച്ചിട്ട് നിങ്ങൾ വന്നാലും നിങ്ങൾക്കും വിൽക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതിൻ്റേതായ ഡിപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രൈസ് കമ്മിയാവും. അതായത് നമ്മളൊരു ഫോൺ ഉപയോഗിച്ചാൽ വാങ്ങിയാൽ തന്നെ ലക്ഷങ്ങൾ പോണ കാലഘട്ടമാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഒരു യൂസർ കാറ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ആ മനസ്സും ചിന്തയൊക്കെ വേണം. നമ്മൾ മുന്നേ കൊടുത്ത വണ്ടികൾ ലാഭത്തിൽ വിറ്റ ചരിത്രമുണ്ട്. ചില വണ്ടികൾക്ക് മാർക്കറ്റ് കൂടും. ഇപ്പോൾ ടൊയോട്ടനെ സംബന്ധിച്ചൊക്കെ ഇന്നോവ ക്രിസ്റ്റോക്കും ഇന്നോവക്കൊക്കെ വില മാർക്കറ്റിൽ കൂടി. 3 വർഷം മുന്നേ വിറ്റ വണ്ടി വരെ നമ്മൾ ലാഭത്തിൽ തിരിച്ചെടുത്തിട്ടുണ്ട്, കസ്റ്റമർക്ക് ലാഭം കൊടുത്ത് തിരിച്ചെടുത്തിട്ടുണ്ട്. ചില വണ്ടിയിൽ ഡിപ്രിസിയേഷൻ വരും. ഇതിമൊന്നും ഇനി ഒന്നും സംഭവിക്കാല്ല. കാരണം ആകെ നിങ്ങളോട് പ്രൈസ് പറഞ്ഞത് 6,90,000 രൂപയാണ്. ഇതിൻ്റെ സസ്പെൻഷൻ്റെ വർക്ക് എടുക്കാണ്ട്. അപ്പോൾ അതിന് നമുക്ക് വീണ്ടും ഓഫറാക്കിയിട്ട് ഒരു 50,000 രൂപ നമ്മൾ കുറച്ച് തരും. അപ്പോൾ നിങ്ങൾക്ക് 6,40,000 രൂപക്ക് ഈ വണ്ടി തരും. ഇതിൻ്റെ സസ്പെൻഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. കാരണം ഇത്രയും ഇതിലൊന്നും നമ്മൾ പ്രോഫിറ്റ് ഒന്നും എടുക്കാതെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നോ വാറണ്ടി, നോ ഗ്യാരണ്ടി. നിങ്ങൾക്ക് 3 ദിവസം ചെക്കിങ് വാറണ്ടി ഉണ്ട്. ഈ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എവിടെയും കൊണ്ട് എഞ്ചിനോ ഗിയർ ബോക്സിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫ്ലഡ് ഉണ്ടോ, മേജർ ആക്സിഡൻറ്റ് ഉണ്ടോ, കിലോമീറ്റർ തിരിച്ചതാണോ എന്നൊക്കെ ചോദിക്കുക. ഈ 3 ദിവസത്തെ ഗ്യാരണ്ടി നമ്മൾ തരുള്ളൂ. എടുക്കുന്നതിന്റെ മുന്നേ തന്നെ അവർക്ക് കൊണ്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയും ചെയ്യാം. ഒരു 10-25 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ ഡ്രൈവറെ വിട്ടുതരും അല്ലേ. വണ്ടി നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ടും ഏകദേശം ഒരു 80% കൺഫേം ഇല്ല കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്തുതരാം. അതേപോലെ ഇത് ഡീസൽ എഞ്ചിനാണ്. ഒരു 15 കിലോമീറ്ററിൻ്റെ മേലെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ബ്ലാക്ക് എഡിഷനിൽ വരുന്ന വണ്ടിയാണ്. തീർച്ചയായിട്ടും ഒരു ചെറിയ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഉപയോഗിക്കേണ്ട ആൾക്കാർക്കൊക്കെ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനാണ്. ചെറിയൊരു കാറിൻ്റെ പൈസക്കാണ് കിട്ടുന്നത്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വന്ന BMW 3 സീരീസ് തന്നെ ഇതൊരു മുതലാട്ടോ. ഇതെന്താ സംഭവം ചോദിച്ചാൽ ഇതൊരു കസ്റ്റമർ നമുക്ക് പാർക്ക് ആൻഡ് സെയിലിന് ഏൽപ്പിച്ചതാണ്. 2014 മോഡലിൽ ലക്ഷറി ലൈനിൽ, അതായത് എം സ്പോർട്ടിൻ്റെ കിറ്റ് ചെയ്ത വണ്ടി. ഫ്രണ്ട് ബാക്ക് കംപ്ലീറ്റ് എം സ്പോർട്ടിൻ്റെ കിറ്റ് 14 മോഡലിൽ. ഇത് കേരള രജിസ്ട്രേഷൻ, ലൈഫ് ടാക്സ് ഒക്കെ അടച്ച് കേരള രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടില്ല ലുക്ക് ഉണ്ട് കേട്ടോ വണ്ടി. നല്ല യുണീക്ക് സ്റ്റൈലിലൊരു വണ്ടി. ഇന്റീരിയറൊക്കെ 14 വരുന്നില്ല, ന്യൂ ഷേപ്പ് വരുന്നത് ഇന്റീരിയറാണ് വരുന്നത്. അതൊക്കെ വീഡിയോയിൽ കാണിക്കാം. അതേപോലെ ഇതിൻ്റെ കിലോമീറ്റർ ഹൈലൈറ്റ് ആണ്. ഇനി ലോ കിലോമീറ്റർ വേണ്ടവർക്ക് കാണിക്കണം. ഇത് 55,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ ഇനി കിലോമീറ്റർ കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് ഇതിൻ്റെ പ്രൈസും വരും. 19,90,000 രൂപയാണ് ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിലിന് വെച്ചുകൊണ്ട് തന്നെ ഇതിനാരെങ്കിലും വാങ്ങിക്കാൻ വരുമ്പോൾ ചെറിയൊരു ഡിപ്രിസിയേഷനൊക്കെ നമുക്ക് വരുത്താം അല്ലേ. കസ്റ്റമറോട് സംസാരിച്ചിട്ട് വരുത്താം. ദുബായിലുള്ളത്. ഇനി നമുക്ക് നേരെ എവിടെ നിന്ന് തുടങ്ങണ്ടേ? ഈ ഒരു ലൈനൊന്ന് ജസ്റ്റ് മിന്നിച്ച് കാണിച്ചു കൊടുത്തോ സൽമാനോ. പെട്ടെന്ന് ഇന്ന് പ്രീമിയം കാണിക്കണോണ്ടാണ്. അതായത് ഇന്നോവകളുണ്ട്. 40,000 കിലോമീറ്റർ ഓടിയതും 1 ലക്ഷം ഓടിയതും 1.5 ലക്ഷം ഓടിയതൊക്കെ ഉണ്ട്. ഇന്നോവ സത്യത്തിൽ നമ്മൾ വീഡിയോയിൽ അധികം കാണിക്കലില്ല. ഇതാ ഇവിടെയും കണ്ടോ, ഇവിടെയും കുറച്ച് ഇന്നോവകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നോവകളുടെ ഡീറ്റെയിൽസ് അറിയാനും ഒക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും അല്ലേ. അതിൽ കിയ കാരൻസും ഉണ്ട്. അതേപോലെ ഇനി കാണിക്കാൻ പോകുന്നത് ലോ കിലോമീറ്ററിൽ മോഡൽ കൂടിയ ഫോർച്യൂണർ 2021-22 കാലഘട്ടത്തിൽ വന്ന ഓൺലി 25,000 കിലോമീറ്റർ ഓടിയ ഫോർച്യൂണർ. സെക്കൻഡ് ഓണർഷിപ്പിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വരുന്ന ഒരു പുതുപുത്തൻ വണ്ടിൻ്റെ കണ്ടീഷനിൽ ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഒക്കെ അല്ല വണ്ടി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഏകദേശം 50 ലക്ഷം രൂപേൻ്റെ മേലെ ഓൺ റോഡ് പ്രൈസ് ഇല്ല വണ്ടിയാണ്. ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് 43,70,75,000 രൂപയാണ്. ചെറിയൊരു മാറ്റമൊക്കെ കസ്റ്റമർ വരുമ്പോൾ ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ. കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതൊക്കെ ഹൈലൈറ്റ് ആണ്. ഇത് നമ്മുടെ GL 350 2014 മോഡലിൽ വന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള ഒരു കിഡിലം GL 350 ആണ്. 33 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 1,40,00,000 രൂപ വരും ഇപ്പോൾ നിലവിൽ GLSന് ഓൺ റോഡ് പ്രൈസ്. ഈ വണ്ടിക്ക് തന്നെ അന്ന് 1 കോടി രൂപ വില വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ചോദിച്ച ഈ 19,90,000 രൂപ ഈ ലക്ഷറി ലൈനിൻ്റെ BMW ഇല്ലേ, കമ്പനി പോയി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 50 ലക്ഷം രൂപ തന്നെയല്ലേ. 60 ലക്ഷം രൂപ മേലെ നിലവിൽ വില ഇപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ 50 ലക്ഷം രൂപ വില ഉണ്ടാവും. അപ്പോൾ അത്ര വിലയുള്ള വണ്ടിയാണ് ഇത്രത്തോളം ഡിപ്രിസിയേഷനിൽ തരുന്നത്. ഇപ്പോൾ നമ്മൾ 690 കാണിച്ച വണ്ടി തന്നെ ഏകദേശം 35 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് അന്ന് ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ അന്നത്തെ ടയറിൻ്റെ അലവിലിൻ്റെ പൈസക്കാണ് നമ്മൾ തരുന്നത്. അതേപോലെ GL 350 കിഡിലം വണ്ടിയാണ്. അത്യാവശ്യം നല്ല V6 ഇഞ്ച് വരുന്ന ഏത് രീതിയിൽ ഓടിക്കാൻ പറ്റിയ, ഏത് ടറയിലും ഓടിക്കാൻ പറ്റിയ ഒരു കിഡിലം മുതലാണിത്. ആൾക്കാർക്ക് ടയർ പുതിയ മേബാക്കിൻ്റെ അലവിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് കിഡിലം ലുക്കിൽ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാം. ഇനി കാണിക്കാൻ പോകുന്നത് ഈ GLSൻ്റെ നേരെ ചെറുത് അല്ലേ, ML 350
അതായത് 3 വണ്ടിയുണ്ട്, 2012. ആ 3 ഒന്ന് അതർ സ്റ്റേറ്റ്, ഒന്ന് ഒറിജിനൽ കേരള, ഒന്ന് ഒറിജിനൽ കേരള. അതായത് 2012 മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള ML350 ആട്ടത്. കിഡിലം വണ്ടിയാണ്. നിങ്ങൾക്ക് ഈ ഒരു വണ്ടി 12,75,000 രൂപക്ക് തരാം. 2012 ഒറിജിനൽ കേരള ML350. ഇത് 12 തന്നെ ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ് ഈ ഒരു മോഡൽ. സെയിം 350 തന്നെയാണ്. പക്ഷേ ഇത് ഫേസ് ലിഫ്റ്റ് വന്ന് ന്യൂ ഷേപ്പിക്ക് വരുമ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 23 ലക്ഷം രൂപ. ഒരു 10 ലക്ഷം രൂപന്റെ വ്യത്യാസം മാറ്റം നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടാവും. പക്ഷേ ഒരേ മോഡലാണ്, ഒരേ ഒറിജിനൽ കേരളയാണ്. പക്ഷെ ഓടിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരേ ഫീൽ ആക്കാനും. നിങ്ങൾക്ക് ചെറിയൊരു പ്രൈസിൽ SUV മെർസിഡീസിൻ്റെ ഒരു വണ്ടി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക. ഞാൻ നല്ല ന്യൂ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക. നിങ്ങൾക്ക് അതർ സ്റ്റേറ്റ് നിങ്ങളെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NOC നമ്മൾ 15,70,000 ചോദിക്കണേ ഈ വണ്ടി പോണ്ടിച്ചേരി അഡ്രസ്സിലെ ആളുകൾക്കൊക്കെ അവിടെ മാറ്റാനും പറ്റും. ഇത് PY രജിസ്ട്രേഷനിലാണുള്ളത്. നിങ്ങൾക്ക് അവിടെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാറ്റി കഴിഞ്ഞാൽ ഇതേ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫോർച്യൂണർ അഡ്വാൻസ് ആയില്ലേ? ഫോർച്യൂണർ ഇത് നമ്മളുടെ അഡ്വാൻസ് ആയതാണ്. അടുത്തത് കാണിക്കാൻ പോകുന്നത് റേഞ്ച് റോവറിൻ്റെ ഇവോക്ക്. ഇത് 2014 മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന ഇവോക്കാണ്. ഡൈനാമിക് ആണ്. ഇവോക്ക് നമ്മളത് വേറെ സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു, ഒക്കെ പോയതാണ്. ഡെലിവറി വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിലും ചെയ്യലുണ്ട്, ഫേസ്ബുക്കിലും ചെയ്യലുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് വേഗം പറഞ്ഞെടുത്തോ. 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടി 27 ലക്ഷം റുപ്യ. വേഗം പറഞ്ഞാൽ നേരെ വിളിക്കും. കണ്ടമാനം വണ്ടി കാട്ടല്ല. അതാണ് ഞാൻ അങ്ങനെ ചാടി കളിച്ച് സ്പീഡ് പറയുന്നത്. നിങ്ങളൊന്നും തോന്നരുത് കേട്ടോ. കാരണം നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ലാഗ് അടിക്കേണ്ട എഴുതിയിട്ടാണ്. വീഡിയോ ലെങ്ത് ആയ ആൾക്കാർ പറയും പെട്ടെന്ന് പറഞ്ഞ് കാര്യം അവസാനിപ്പിക്കാൻ. പെട്ടെന്ന് പറഞ്ഞ് കാര്യം അവസാനിപ്പിച്ച ആൾക്കാർ പറയും ഇതൊന്നും കാണിച്ചില്ല, പിന്നെ എന്തിനാ വീഡിയോ എടുത്തത്. അപ്പോൾ എപ്പോഴും ആർക്കും ദോഷമില്ലാതെ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അല്ലേ. ഇത്രയും വണ്ടി കാണിക്കണോണ്ടാണ്. ഒന്നാഴ്ച ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനും പറ്റൂല. പിന്നെ പെട്ടെന്ന് നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു പോവാണ്. അപ്പോൾ ഇത് വില പറഞ്ഞു കൊടുത്തോ. 14 മോഡൽ ഡൈനാമിക് 27,50,000 രൂപ. 27 ലക്ഷം രൂപക്ക് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലെ 14 മോഡൽ ഇവോക്ക് ഡുവൽ കളറിൽ. ഇതിൽ ഡൈനാമിക് എന്ന വേരിയന്റ് ആട്ടോ, ഫുൾ ഓപ്ഷൻ ആണ്. സ്പീക്കർ ഒക്കെ വരുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ അത്യാവശ്യം റീസെയിൽ മാർക്കറ്റും വലിയ ഡിപ്രസിയേഷൻ ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിക്കാത്തൊരു മോഡലൊക്കെ 15 കിലോമീറ്റർ വരെയൊക്കെ മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. അത് എത്ര കിലോമീറ്റർ ആയത്? 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒറിജിനൽ ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള വണ്ടിയാണ്. അടുത്തതായി നമ്മൾ ലോ കിലോമീറ്ററിലുള്ള മെർസിഡീസ് ബെൻസിന്റെ 18 മോഡല് 19 രജിസ്ട്രേഷൻ വരുന്ന വെറും 24,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓൻ പറഞ്ഞു, ഞാൻ പറയുന്നില്ല, വിലയും പറഞ്ഞു. 33,50,000 രൂപ. അപ്പോൾ മോഡൽ കൂടിയ വണ്ടി വേണം, കിലോമീറ്റർ കമ്മി വേണമെന്നില്ല ആൾക്കാർക്ക് വേഗം വന്നോളി, വാങ്ങിക്കോളി, കൊണ്ടേക്കോളി. SUV ടൈപ്പിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടി. നല്ല എൻക്വയറി ഉണ്ട്. അതായത് ലിമിറ്റഡ് എഡിഷൻ ആണ് ഈ റെഡ് കളറൊക്കെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും ഒരു മോഡൽ കൂടിയ GL അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്യൂട്ട് ലുക്ക് കിട്ടോ. ഇത് ലേഡീസിനും ഇഷ്ടപ്പെടും, യുവാക്കൾക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു റെഡ് കളറിലെ ഒരു ക്യൂട്ട് ലുക്കുള്ള വണ്ടിയാണ് ഈ വണ്ടി. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല രസമുണ്ട്. മെയിൻ്റനൻസും കുറവ് വരുന്ന വണ്ടിയാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് കമ്മിയാണ്, മൈലേജ് കൂടുതലാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. റീസെയിൽ മാർക്കറ്റും ഉണ്ട്. ഡീസൽ എഞ്ചിനുമാണ്. ഇത് നമ്മളെ റുബിക്കോണ്. ഇത് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ്. ഓൺലി 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി പോയി നിങ്ങൾ റുബിക്കോണ് ഇതേപോലത്തെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 94 ലക്ഷം രൂപേൻ്റെ അടുത്ത് വില വരും. 90 ലക്ഷത്തിൻ്റെ മേലെ വില വരും. നമ്മൾ കമ്പനിക്ക് ജസ്റ്റ് എൻക്വയറി നടത്തി വില വരുന്നുണ്ട്. ചെറിയ ബുക്കിങ്ങും ഉണ്ട്. ഈ വണ്ടി
ഓ